ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. صدق الله. പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ സൂറത്താണ് സൂറത്തു റഹ്മാൻ എന്നത്. റഹ്മാൻ എന്ന പ്രത്യേകമാക്കുന്ന അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തു റഹ്മാൻ. അതിരുകളില്ലാത്ത സൗന്ദര്യവും ആകർഷണീയമായ ചിത്രീകരണവുമാണ് റഹ്മാന്റെ ആ പദവി നേടിക്കൊടുക്കുന്നത്. സൂറത്തു റഹ്മാന്റെ അവസാന ആയത്താണ് തബാരകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നബിയേ, അങ്ങയുടെ റബ്ബിന്റെ പേര് റഹ്മാൻ എന്നാണ്. തബാറക വളരെ പരിശുദ്ധമാക്കപ്പെട്ട പേരാണ്. പേര് തന്നെ പരിശുദ്ധമാണ്. ഒരാൾക്ക് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിലാണ് ബറക്കത്ത് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മിന് പോലും ബറക്കത്തുണ്ട്. എന്താണ് ആ റഹ്മാൻ എന്ന ഇസ്മ്? ദുൽ ജലാലി വൽ ഇക്റാം. മഹത്വം ഉടയവനാണ്, മഹത്വം ഉടയവനാണ്. ദിൽ ജലാലി, അള്ളാഹുവിന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് റഹ്മാൻ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്ത് ജിന്നുകൾക്ക് ഓതി കൊടുക്കുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു റഹ്മാനിലെ തബാരകസ്മ റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം എന്നീ ആയത്ത് ഓതി കൊടുത്തുകൊണ്ട് ജിന്നുകളോട് ചോദിക്കുകയാണ്. ജിന്നുകളോട് ചോദിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതാണ് നിങ്ങൾ നിഷേധിക്കപ്പെടുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോഴതാ ജിന്നുകൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഏതും നിഷേധിക്കപ്പെടുന്നില്ല, ഞങ്ങൾ ഏതും കളവാക്കുന്നുമില്ല. ജിന്നുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതി കൊടുത്തപ്പോൾ, ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ തിരിച്ചു കിട്ടിയ മറുപടിയാണ് ഇത്. സ്വഹാബത്ത് പോലും അല്ലാഹ് എന്ന് കേട്ടാൽ ജല്ല ജലാലുഹു എന്ന് ഉറക്കെ വിളിക്കുമായിരുന്നു. വിളിക്കണം നമ്മളും ജല്ല ജലാലുഹു എന്ന്. ദിൽ ജലാലി വൽ ഇക്റാം. ഇക്റാം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്യലാണ്, ബഹുമാനിക്കലാണ്. റഹ്മാൻ എന്ന ഇസ്മ വെറും ഒരു ഇസ്മല്ല, മറിച്ച് ദുൽ ജലാലി വൽ ഇക്റാം മഹത്വം ഉടയവനാണ്, അനുഗ്രഹം ചെയ്യുന്നവനാണ്. തബാരകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് അവസാനിക്കുകയാണ്. അപ്പോൾ റഹ്മാൻ എന്ന വാക്ക് വെറും ഒരു കാരുണ്യത്തിന്റെ അള്ളാഹുവിന്റെ പേരല്ല, മറിച്ച് അള്ളാഹു ഉപയോഗിക്കുന്നത്, മറിച്ച് അതിനിടയിൽ അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചു പറയുന്നതാണ്. എന്തേ അതിനുദാഹരണം? മറിയം ബീവി റളിയല്ലാഹു അൻഹ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയം ബീവി കുളിച്ചു കഴിഞ്ഞ് ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോഴതാ ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്. മറിയം ബീവി ചാരിത്രമുള്ള ഒരു മഹദിയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ മറിയം ബീവി പറയുകയാണ്. എന്താണ് മറിയം ബീവി പറഞ്ഞത്? ഒരു പുരുഷൻ അവരുടെ നേരെ വരുന്നു, ഒരു മുസ്ലിമത്തായ മുഅ്മിനത്തായ ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ മുമ്പിലേക്ക് വരുന്നു. അപ്പോൾ അവർക്ക് അഭയം വേണം, അഭയം ചോദിക്കണം. എന്താണ് മഹദി ചോദിച്ചത്? വ്യഭിചാരത്തിലേക്ക് പോകാൻ പോയിട്ട് ഒരു അന്യ പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്ന് അറിയുന്ന ഒരു മുസ്ലിമത്തായ മുഅ്മിനത്തായ പെണ്ണ് ഉടനെ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. അർ-റഹ്മാൻ, കാരുണ്യവാനായ റബ്ബ്, ഫത്താഹ്, റസ്സാഖ്, ഖഹാർ എന്നിങ്ങനെ ഇസ്മുകൾ ഉണ്ടായിട്ടും എന്തേ റഹ്മാൻ എന്ന് വിളിച്ചത്? സഹായം ചോദിക്കുമ്പോൾ കാരുണ്യവാനോടാണോ ശക്തനോടാണോ നമ്മൾ സഹായം ചോദിക്കുന്നത്? അതേ, ശക്തനോടാണ് നമ്മൾ സഹായം ചോദിക്കുന്നത്. എന്നാൽ മറിയം ബീവി വിളിച്ചു പറഞ്ഞു, ഖാല അർ-റഹ്മാൻ, അല്ലാഹു കാരുണ്യവാനാണ്, ജലാലത്തുള്ളവനാണ്.
അങ്ങനത്തെ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, ഓ ചെറുപ്പക്കാരാ, നിന്റെ ഷർറ് എനിക്ക് വരാതെ, നീ എന്നെ തൊടാതെ, നീ എന്നെ ദുഷിച്ച നോട്ടം നോക്കാതെ എന്നെ കാക്കാൻ വേണ്ടി എൻ്റെ റഹ്മാനോട് ഞാൻ കാവലിനെ ചോദിക്കുകയാണെന്ന് പറഞ്ഞു. മറിയം ബീവി അള്ളാഹുവിന്റെ കുദ്റത്തിനെ ചോദിക്കേണ്ട സ്ഥാനത്ത് ചോദിച്ചത് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന വാക്കുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, റബ്ബിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നു നിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനെ യുവാവ് പറയുകയാണ്, ഞാൻ റൂഹുൽ ഖുദ്സാണ്. അതെ, ഞാൻ റൂഹുൽ ഖുദ്സാണ്, ജിബ്രീലാണ്, നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മഹദി പറയുന്നു, അല്ലാ, ഞാൻ ഇന്നേ വരെ വ്യഭിചരിച്ചിട്ടില്ല, എന്നെ ഇതുവരെ ഒരു പുരുഷനും സ്പർശിച്ചിട്ട് പോലുമില്ല, പിന്നെങ്ങനെ എനിക്ക് ഗർഭം ധരിക്കുന്നത്, പിന്നെങ്ങനെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞു, അങ്ങനെ ഒരു സ്പർശം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിയും, അതുകൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മഹത്വം എന്ന് പറയുന്നത് അവളുടെ കന്യകത്വമാണ്. അത് നഷ്ടപ്പെട്ടാൽ അവളുടെ മഹത്വം തന്നെ നഷ്ടപ്പെടും. എന്നിട്ടും മറിയം ബീവി വിളിച്ചത് അർ-റഹ്മാൻ എന്ന വാക്കുകൊണ്ടാണ്. സൂറത്തു റഹ്മാൻ നമുക്ക് നൽകുന്നത് ധാരാളം പാഠങ്ങളുണ്ട്. അള്ളാഹു അവൻ്റെ റഹ്മത്താക്കുന്ന സ്വർഗത്തിൽ തന്നെ നമ്മെ ചേർക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.